എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മീഡിയ വൺ എന്ന ഇസ്ലാമിക് മതതീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് പൂട്ടി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. അവർ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മീഡിയ വണ്ണിൻ്റെ ഫേസ്ബുക്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഏതാണ്ട് 3 മില്യൺ, അതായത് 30 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് പേജാണ്. എന്താണിത് പൂട്ടാനുള്ള പ്രധാന കാരണം? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് മതപ്രീണനം തന്നെയാണ്. വാസ്തവത്തിൽ ഈ ചാനൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് തന്നെ ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി മാത്രമാണ്. ഒരു വാർത്താ മാധ്യമമായാൽ അതിന് സുതാര്യത വേണം, നിഷ്പക്ഷമായി വേണം വാർത്ത ചെയ്യാൻ. എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമായി ഇസ്ലാമിക് മതഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ തലോടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ചാനൽ സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ ചാനൽ കാണുമ്പോൾ അറപ്പും വെറുപ്പും വിദ്വേഷവുമാണ് പലപ്പോഴും ഉണ്ടാകാറായിട്ടുള്ളത്. വൈകുന്നേരമാകുമ്പോൾ 3 അടുപ്പുകല്ല് പോലെ, അതിന് അടുപ്പ് കൂട്ടി ചർച്ച എന്നാണ് പറയുന്നത്. 3 അടുപ്പുകല്ല് പോലെ 3 പേര് അവിടെ ഇരുന്നു കൊണ്ട് വർഗീയത പറയുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി. അതായത് വാസ്തവവിരുദ്ധമായ പച്ച നുണകൾ പറയുകയാണ്. പ്രത്യേകിച്ച് ഹമാസും ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധം, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഭരണം, BJP ഗവൺമെൻറ്, ഇങ്ങനെ ഇതുപോലെയുള്ള എല്ലാ മേഖലകളിലും ഇവർ പച്ച നുണകളാണ് ഇവർ പറയുന്നത്. സത്യസന്ധമായ വാർത്തകൾ ഈ ചാനലിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എത്രമാത്രം വൃത്തികെട്ട ഒരു മനസ്സിന് ഉടമകളാണിവർ, എത്രമാത്രം ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നവരാണിവർ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വിഷവിത്ത് വിതറാനും അവരുടെ മാനസിക നിലയെ മുതലെടുത്തുകൊണ്ട് സമൂഹത്തിൽ വർഗീയത ഉണ്ടാക്കാനും മാത്രമാണ് ഈ ചാനലിൻ്റെ പ്രവർത്തനം കൊണ്ട് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ദുർബലരായിട്ടുള്ള ആളുകൾ, വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ, വർഗീയതയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നവർ, മതതീവ്രവാദത്തോട് താല്പര്യമുള്ളവരെയൊക്കെ തലോടിക്കൊണ്ട് നമ്മുടെ ഭാരതത്തെയും അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ മതേതര മൂല്യങ്ങളെയും തച്ചുടച്ചുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വാർത്തകൾ പുറപ്പെടുവിക്കുന്ന ഒരു ചാനലായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ എന്താണ് ഈ ഫേസ്ബുക്ക് പേജ് പൂട്ടാനുള്ള കാരണം? അത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ, പച്ച നുണകളാണ് ഇവർ പടച്ചുവിടുന്നത്. അടുപ്പുകൂട്ടി ചർച്ച എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ അടുത്ത നാളുകളിലുണ്ടായ ഒരു സംഭവം, അതായത് ജിമ്മി എന്ന് അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ, ഇദ്ദേഹം ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് വിളിച്ചു. ഉത്തരവാദിത്വമുള്ള ഒരു പത്രപ്രവർത്തകൻ ഒരു TV ചാനൽ നടത്തുകയും അതിൻ്റെ അവതാരകനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവന്മാർക്ക് പറ്റും. കാരണം ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ തലോടാനും മാത്രം ഉണ്ടായ ഒരു ചാനൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ജിമ്മി എന്ന് പേർ പറയുന്ന ഈ വ്യക്തിക്കെതിരെ ഫേസ്ബുക്കിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം ട്രോളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഇദ്ദേഹത്തിൻ്റെ പേര് പല ആളുകളും അവരവരുടെ പട്ടിക്ക് ഇട്ടു പേര്. എനിക്കും ഉണ്ട് ഒരു പട്ടി, ഞാനതിനെ പിന്നീട് വീഡിയോയിലൂടെ കാണിക്കാം. ആ പട്ടിക്ക് കുട്ടൂസൻ എന്നായിരുന്നു പേര്. ഞാൻ ഈ അടുത്ത ദിവസം ആ പട്ടിയുടെ പേര് മാറ്റി ജിമ്മി എന്നാക്കി. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടൂസൻ എന്ന പേര് മാറ്റി ഈ പട്ടിക്ക് ജിമ്മി എന്ന് പേരിട്ടത്? അതുമാത്രമല്ല, അതിൻ്റെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, ഞാൻ മാത്രമല്ല, നല്ലൊരു ശതമാനം ആളുകളും തങ്ങളുടെ പട്ടിക്ക് ജിമ്മി എന്ന് പേരിട്ടു. പണ്ട് കൈസറെന്നും അതുപോലെ സീസറെന്നൊക്കെ പേരിട്ട ആ പട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പേര് മാറ്റി, പല ആളുകളും പേര് മാറ്റി. ഞാൻ എൻ്റെ അഭിപ്രായം ഒരു വീഡിയോയിലൂടെ പറയുന്നു. മറ്റു പല ആളുകളും തങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിലൂടെയും മറ്റുള്ള മീഡിയകളോട് എഴുതി അറിയിക്കുന്നു. ആ എഴുതി അറിയിച്ച പല വാർത്തകളും നമ്മൾ കേട്ടാൽ നമ്മൾ തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അതുപോലെയുള്ള ഇതാണ്. ഈ വ്യക്തിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇദ്ദേഹത്തിൻ്റെയും പ്രധാനമന്ത്രിയാണ്, എൻ്റെയും പ്രധാനമന്ത്രിയാണ്, ഈ പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് വിളിച്ച് അവഹേളിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ലോകത്തിലെ ഏറ്റവും അധികം അംഗങ്ങളുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്ന് അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിങ്ങാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അതിന് പല ശാഖകളുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ബജറംഗ് ദളുണ്ട്, വിദ്യാഭ്യാസ മേഖലകളിൽ വേറെ പ്രസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പ്രസ്ഥാനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളൊരു പ്രസ്ഥാനമാണ് ഈ RSS എന്ന് പറയുന്നത്. അപ്പോൾ ഒരു RSSകാരനായ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ, അതിൻ്റെ ഒരു നേതാവിനെ, അതൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് വിളിച്ച് അവഹേളിക്കാൻ ഈ മീഡിയ വണ്ണിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം ഇസ്ലാമിക് മതതീവ്രവാദം തലയിൽ കൊണ്ടു നടക്കുന്ന ഇവർക്ക് മറ്റു ഒരു മതത്തിൽപ്പെട്ടവരെയും കണ്ണെടുത്താൻ കാണത്തില്ല, മറ്റൊരു പാർട്ടിയും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി എവിടെയെങ്കിലും വെച്ച് ഇദ്ദേഹത്തിന് തല്ല് കിട്ടിയാൽ അതും അത്ഭുതപ്പെടാനായിട്ടില്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ പോക്ക്. ഒരു പത്രപ്രവർത്തകൻ ഇത്രയും തരം താഴാമോ? ഇത്രയും മോശമായ രീതിയിലാകാൻ പറ്റുമോ? സുഡാപ്പികളുടെ കാല് കഴുകി, അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് മതതീവ്രവാദികളുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നവനായി തീരാൻ സാധിക്കുമോ? എന്താണ് ഈ സുഡാപ്പികൾക്ക് കയറി നിരങ്ങാൻ വേണ്ടി ഈ ജിമ്മിയെ പോലെയുള്ള ആളുകൾ നിന്നു കൊടുക്കുന്നത് ശരിയാണ്? ഇസ്ലാമിക് മതതീവ്രവാദികൾക്ക് എന്തും വേണേലും കാണിക്കാമെന്നുള്ള രീതിയിൽ തൻ്റെ വായും തൻ്റെ നാക്കും തൻ്റെ എല്ലാം ഈ മതതീവ്രവാദികൾക്ക് തീരെഴുതി കൊടുത്ത ഈ ജിമ്മി എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണോ? എന്തെങ്കിലും അന്തസ്സുണ്ടോ? എന്തെങ്കിലും ഒരു ഉളുപ്പും നാണവുമുണ്ടോ ഇവനൊക്കെ? സമൂഹത്തിലിറങ്ങി നിന്ന് 4 വാക്ക് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഇവനൊക്കെ? മതതീവ്രവാദം മാത്രം തലയിൽ പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവർക്കെതിരെ തിരിയുമ്പോൾ ഇത് പണി കിട്ടും എന്ന് തിരിച്ചറിയാനുള്ളൊരു സാമാന്യ ബോധം വേണ്ടേ? ഒരു പത്രപ്രവർത്തകൻ, ഒരു TV ചാനലുകാരൻ എന്ന് പറഞ്ഞാൽ അവനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് ചിന്തിക്കുന്ന ഈ സമീപനം ശരിയാണോ? ഒരു ചാനലുണ്ട്, ഒരു പത്രമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കുക എന്ന് പറയുന്ന ഈ സമീപനം ശരിയായ ഒരു നടപടിയാണോ? അതുകൊണ്ട് എന്തു പറ്റി? ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് പൂട്ടി. എൻ്റെ അഭിപ്രായം എന്ന് മാത്രമല്ല, കേരളത്തിൽ നല്ല ശതമാനം ആളുകളുടെ അഭിപ്രായം ഈ മീഡിയ വൺ എന്ന് പറഞ്ഞ TV ചാനലും പൂട്ടണം. ഈ വർഗീയത, രാവിലെ തൊട്ട് വർഗീയത പരത്തുന്ന ഈ ചാനൽ പൂട്ടണം. ഇവനെയൊന്നും ഇവിടെ വളരാൻ അനുവദിക്കരുത്. കാരണം ഇത്രമാത്രം വിദ്വേഷവും
മറ്റ് മതങ്ങൾ തമ്മിൽ കലഹിക്കാൻ വേണ്ടി ഇത്രമാത്രം വിദ്വേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാക്കെടുത്താൽ വിദ്വേഷം മാത്രം പറഞ്ഞു വരുത്തുന്ന ഇതുപോലെയുള്ള ചാനലുകൾ എന്തിനു പ്രവർത്തിക്കുന്നു? ഇതൊരു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഈ ചാനൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫേസ്ബുക്ക് പേജ് പൂട്ടിയിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇവരുടെ ഉദ്ദേശവും ഇവരുടെ ലക്ഷ്യവും ശരിയല്ല. ഉദ്ദേശവും ലക്ഷ്യവും ശരിയാണെങ്കിൽ മാത്രമേ ഒരു കാര്യം സക്സസ് ആകുകയുള്ളൂ. പിന്നെ ആക്രമണ സ്വഭാവമുള്ള കുറേ ആളുകളെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി മതവിവാരം വ്രണപ്പെടുത്തി അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി മുതലെടുത്ത് അതിൽ നിന്ന് വരുമാനം കൊയ്യാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അതുമാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക് മത തീവ്രവാദത്തിന് വേണ്ടി ഫണ്ടുകൾ വാങ്ങിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പണിപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ളവരൊന്നും അവർക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല. ചിലപ്പോൾ കുറച്ച് നാളൊക്കെ നിലനിൽക്കും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആയത്തുള്ള അലി ഖൊമേനി, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ തകർന്നു. അദ്ദേഹം നശിച്ചു, അദ്ദേഹത്തിൻ്റെ മക്കൾ നശിച്ചു, കൊച്ചുമക്കൾ നശിച്ചു, ഭാര്യ നശിച്ചു, എല്ലാം തകർന്ന് തരിപ്പണമേ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഇതെല്ലാം കെട്ടിപ്പടുത്തു? എന്തിനു വേണ്ടി ഇത്രയും വലിയ തീവ്രവാദത്തിൽ ഏർപ്പെട്ടു? ബിൻ ലാദൻ എന്ത് നേടി? സദാം ഹുസൈൻ എന്ത് നേടി? ഓരോ വ്യക്തികളെക്കുറിച്ച്, ഈ മത തീവ്രവാദത്തിൽ ഏർപ്പെടുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കൊച്ചുമക്കൾ എല്ലാം തീർന്നു പോവുകയാണ്. അവർ പറയും അവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് പ്രത്യേക സാധനമൊക്കെ കിട്ടും. അതൊക്കെ കിട്ടുന്നതൊക്കെ മേടിച്ചോട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യം ഇവിടെ ജീവിച്ചതിന് ശേഷമല്ലേ പിന്നെ സ്വർഗം. ആദ്യം ഇവിടെ മനസമാധാനമായിട്ട് മാന്യവും മര്യാദയ്ക്കും സൗഹാർദ്ദപരമായി ജീവിച്ചിട്ടല്ലേ പിന്നെ സ്വർഗത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ മീഡിയ വൺ പോലെയുള്ള ഈ ചാനലൊക്കെ പൂട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇതുപോലെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചാനലുകളൊക്കെ പൂട്ടണം. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫേസ്ബുക്കൊക്കെ പൂട്ടിയത് നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കുറേ ദിവസമെങ്കിലും മനുഷ്യന് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ഈ ജീവിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരുടെ ഈ കഥയും കവിതയും, ഇവരുടെ ഈ വിദ്വേഷവും, ഈ തെറിയും ചീത്തയും, ഇവരുടെ ഈ ഇത് മാത്രം കേൾക്കാനേ നേരമുള്ളൂ. ഇനി അതുമാത്രമല്ല, ഇവന്മാരെയെല്ലാം പിടിച്ച് ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവനെയൊക്കെ ജാമ്യമില്ലാതെ, ഇവനെയൊക്കെ ഇതുപോലെയുള്ളവനെയൊക്കെ, ഈ ജിമ്മീനെ പോലുള്ളവനെ, ഈ മറ്റു കുറേ അവന്മാരുണ്ട്, ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് ഇവനൊന്നും ജാമ്യം കൊടുക്കാതെ ഇവനെയൊക്കെ അവിടെ കിടന്ന് ഇവനൊക്കെ തീർന്നു പോകാൻ പാകത്തിന് ഇവനെയൊക്കെ ജയിലിൽ പിടിച്ചിടണം. എന്നാലേ ഈ നാടൊക്കെ നന്നാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.